നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനും ഭാര്യ ബുഷ്ര ദേവിക്കും 14 വർഷം തടവ്. തോഷഖാന കേസിലാണ് കോടതി വിധി. ഇതൊരു രാജ്യത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങൾ വിറ്റ കേസിലാണ് ഇമ്രാൻ ഖാൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതേസമയം 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഇമ്രാൻ ഖാന് വിലക്കുണ്ട്. ഇസ്ലാമാബാദ് കോടതിയുടേതാണ് വിധി. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പിന് 8 ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നതിനിടെയാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഈ കോടതി വിധി ഭീഷണിയാവുമെന്നുറപ്പാണ്. വീണ്ടും പ്രധാനമന്ത്രിയാവുക എന്ന ആഗ്രഹവും നടക്കില്ല. നേരത്തെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ചോർത്തിയതിൽ ഇമ്രാൻഖാന് 10 വർഷം തടവ് വിധിച്ചിരുന്നു. ഫെബ്രുവരി 8-നാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ്. റാവൽപിണ്ടി ആദിയാല ജയിലിൽ വെച്ചാണ് ജഡ്ജി മുഹമ്മദ് ബഷീർ വാദം കേട്ടത്. അറസ്റ്റിലായതിനെ തുടർന്ന് ഈ ജയിലിലാണ് ഇമ്രാൻഖാൻ ഉള്ളത്. 14 വർഷം തടവിന് പുറമെ കനത്ത പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. അതേസമയം ബുഷ്ര ബീബി കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടരെയുള്ള കേസുകളും ദീർഘകാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതിനാലും ഇമ്രാൻഖാൻ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിച്ചുവെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഇനി ആര് നയിക്കുമെന്നതും നിർണായകമായ കാര്യമാണ്. അതേസമയം ബുഷ്ര ബീബി ജയിലിലെത്തി കീഴടങ്ങുമെന്ന് ഇമ്രാൻഖാൻ്റെ ലീഗൽ ടീം അറിയിച്ചു. രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ലീഗൽ ടീം ആശങ്ക അറിയിച്ചു. ഇത് പാകിസ്ഥാൻ നിയമ സംവിധാന ചരിത്രത്തിലെ ദുഃഖകരമായ ദിനമാണെന്നും അവർ പറഞ്ഞു. ഇമ്രാൻഖാന് വീണ്ടും തിരിച്ചടിയാണ്. ക്രോസ് വിസ്താരം കേസിൽ അനുവദിച്ചിരുന്നില്ല. അന്തിമവാദങ്ങളൊന്നും പൂർത്തിയായിരുന്നില്ല. നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെയായിരുന്നു തീരുമാനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഈ അസംബന്ധ വിധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും ലീഗൽ ടീം പറയുന്നുണ്ട്. അതേസമയം തോഷഖാന വഴി ലഭിച്ച സമ്മാനങ്ങൾ കൈവശം വെക്കാൻ അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിമാർക്ക് അവകാശമുണ്ട്. എന്നാൽ സമ്മാനങ്ങളുടെ വിവരങ്ങൾ മനഃപൂർവ്വം ഇമ്രാൻഖാൻ മറച്ചുവെച്ചെന്നാണ് കേസ്. ഇത്തരം സമ്മാനങ്ങളെ വിൽക്കാനും പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. പക്ഷെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കണമെന്നാണ് ചട്ടം. രാജ്യത്തിൻ്റെ കൈവശമുള്ള സമ്മാനങ്ങൾ വിറ്റതിലൂടെ 140 മില്യൺ സ്വന്തമാക്കിയ കേസിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 3 വർഷം തടവ് ഇമ്രാൻഖാന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് തോഷഖാന സമ്മാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത്. ഇമ്രാൻ 96.6 മില്യൺ വില വരുന്ന 7 വാച്ചുകൾ ഇതിൽ നിന്ന് എടുത്തിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്.